അങ്ങനെ ഷായും കൂടി ട്രിവാൻഡ്രത്ത് ഒരു മേക്കപ്പ് വർക്കിന് വന്നതിന്റെ കുറച്ച് ഷോർട്സ് ഒക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ച് നേരമായിട്ട് കണ്ണിനടുത്ത് അടച്ചിലുണ്ട് കേട്ടോ. നോക്കുമ്പോ എന്തോ ഒരു വെള്ള കരട് പോലെ. കുറെ തിരുമിയിട്ടും തടവിട്ടും ഒക്കെ നോക്കി ഒന്നും പോകുന്നില്ല. ഞാൻ ആദ്യം കരടാണെന്ന് വിചാരിച്ച് കുറെ എടുക്കാൻ നോക്കി, ആനി കുറെ എടുക്കാൻ നോക്കി, ഷായി കുറെ എടുക്കാൻ നോക്കി. ബുദ്ധിമുട്ട് നന്നായി കൂടിയപ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഈ സമയത്ത് നമ്മൾ ട്രിവാൻഡ്രം എത്തി നമ്മളുടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നേരെ ഡോക്ടറെ കാണാൻ ഇറങ്ങി. അപ്പൊ ഡോക്ടർ എന്റെ കണ്ണെല്ലാം ചെക്കപ്പ് ചെയ്തു. കണ്ണുനീരിന്റെ കോമ്പോസിഷൻ ചേഞ്ച് ആയിട്ട് അതിൽ സോൾട്ട് കണ്ടന്റ് കൂടിയിട്ട് അതൊരു ക്രിസ്റ്റൽ ആയിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് എന്റെ കണ്ണിൽ. വാവ്, കേൾക്കാൻ എന്ത് രസല്ലേ. ഞാനും അത് ആദ്യം വിചാരിച്ചത്. അങ്ങനെ മൈനർ സർജറിയിലൂടെ ഡോക്ടർ അത് കീറിയെടുത്തു. അപ്പൊ തന്നെ തിരിച്ചു പോരാനും പറ്റിട്ടോ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. താങ്ക് യു ഡോക്ടർ. കണ്ണിങ്ങനെ ഇടക്കിടക്ക് തുറന്നു നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഓ എനിക്ക് പേടിയാണ്, ഞാൻ തുറക്കാനേ പോകുന്നില്ല. കണ്ണ് ഡ്രൈ ആവുന്നതാണ് ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞു. അതായത് നമുക്ക് ഈ സ്ക്രീൻ ടൈം കൂടുമ്പോൾ നമ്മൾ കണ്ണിമ വെട്ടാൻ വേണ്ടി മറക്കും. അങ്ങനെ കണ്ണ് കൂടുതൽ ഡ്രൈ ആവും. എ സി എന്നൊക്കെയുള്ള തണുത്ത വിൻഡിന്റെ ഡയറക്റ്റ് എക്സ്പോഷർ കൂടുതൽ ടൈം കിട്ടുന്നതും ഇതിന്റെ റീസൺ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഐ ഡ്രോപ്സും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, കണ്ണ് സെറ്റാണ്.